തെറികൾ പലപ്പോഴും ഈ താഴ്ന്ന ജാതിക്കാരുടെ ജീവിതവും ജീവിത ഇടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് തെറിയുടെ വാക്കുകൾ കൂടുതലും രൂപപ്പെട്ടിരിക്കും. അത് ഇന്നും തുടർച്ചയാണത്. അപ്പോൾ അതേ ലോജിക്കിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ട്. അത് അത്രത്തോളം ശരിയായിരിക്കണമെന്നില്ല, എങ്കിൽ തന്നെയാണെങ്കിലും നമ്മളിപ്പം പ്രയോഗിക്കുന്ന കണ്ണാപ്പി പോലുള്ള പ്രയോഗങ്ങൾ, അല്ലെങ്കിൽ OMKV എന്ന് പറയുന്നൊരു സംഗതി. അപ്പോൾ ഇതെല്ലാം ഈ ഇത്തരത്തിലുള്ള, അതായത് കോളനി വേണം എന്നുള്ളൊരു പ്രയോഗങ്ങൾ. അപ്പോൾ നമുക്കറിയാം കോളനിയിൽ ആരാണ് താമസിക്കുന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ വീണ്ടും ഈ പഴയ തെറികളുടെ ഒരു പുതിയ വേർഷനിലേക്ക് വരികയാണ്. ഇപ്പോൾ കണ്ണാപ്പി വിളിയാണെങ്കിലും ഈ കോളനി വേണം പോലെയുള്ള പ്രയോഗങ്ങളൊക്കെ ആണെങ്കിലും, അതായത് ഒരു ഇന്നത്തെ ഒരു പൊതുസമൂഹത്തിന് ചേരാത്ത ഒരു ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ വന്നു കഴിഞ്ഞാൽ അവൻ കണ്ണാപ്പി എന്നുള്ള പേര് ആയി മാറുകയാണ്, അല്ലെങ്കിൽ കോളനി എന്നുള്ളൊരു പേരായി മാറുന്നു. അപ്പോൾ ഇത് ഇന്ന് നിലനിൽക്കുന്നത്, ഇന്ന് വലിയ കാര്യത്തിൽ പറയും, ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നു, ഇൻസ്റ്റാഗ്രാമിലൊന്നും ജാതിയും ഇമാതിരി കാര്യങ്ങളൊന്നും ഇല്ലാത്ത പിള്ളേരൊക്കെയാണ് എന്ന് പറയും. പക്ഷേ നമ്മളതിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ അവരുടെ തെറികൾ വരുന്നതും കോളനിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരുടെ ഇടങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവരുടെ പരിഹാസ വാക്കുകൾ രൂപപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതും പണ്ടത്തെ ഇപ്പോൾ കല്യാണത്തെ സംബന്ധിച്ചുള്ള ചില വിഷ്വലുകളൊക്കെ അവരൊരു എന്നാ പറയുന്നത്, ഒരു അപ്പർ കാസ്റ്റിൻ്റെ ഒരു രീതി എങ്ങനെയായിരുന്നു അതിനെ അനുകരിക്കാൻ, അതിനെ വേറൊരു വേർഷൻ കാണിക്കുന്ന ഒരു രീതി തന്നെയാണ്. അപ്പോൾ ഈ വാക്കുകൾക്കകത്തും ഇപ്പോഴും ഇത് തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ജാതിയെ പിടിക്കാൻ പറ്റത്തില്ലെങ്കിലും നമ്മൾ ഇന്ന് അതിനെ മനസ്സിലാക്കുന്ന കണ്ണാപ്പിയും ഈ കോളനി പോലുള്ള പ്രയോഗങ്ങളും സ്വാഭാവികമായിട്ടും താഴ്ന്ന ജാതിക്കാരെ വേറൊരു രീതിയിൽ അധിക്ഷേപിക്കുന്ന പ്രയോഗങ്ങളാണ്. അപ്പോൾ അത് തുടരുന്നുകൊണ്ടിരിക്കുകയാണ്.